മക്കളെ നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനിലേക്ക് കടക്കാം. 16ാമത്തെ ക്വസ്റ്റ്യന് നമുക്കറിയാം കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിൽ ചോദിച്ചുള്ളത്. നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. ഇവിടെ പറഞ്ഞ കാര്യം എന്താ, x² + a² + y² = 1 if an a is greater than b an ellipse whose eccentricity is 1/√2. എക്സിൻട്രിസിറ്റി എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, 1/√2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെന്താ, ദ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈസ് √14. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താണ്, √14 ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, 2b² a അല്ലേ, അതറിയാം. ദെൻ സ്ക്വയർ ഓഫ് ദി എക്സെൻട്രിസിറ്റി ഓഫ് ദിസ് ഹൈപ്പർബോള, ഇത് ഹൈപ്പർബോളയാണെന്ന് ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. എടാ അപ്പോൾ ഇയാളുടെ എക്സെൻട്രിസിറ്റി കാണണമെങ്കിൽ അവിടെ എയും ബിയും ആദ്യം കാണണ്ടേ അല്ലേ. ആ എയും ബിയും കാണാനല്ലേ ഈ ഒരു ഐഡിയാസ് എന്നുള്ളത് അല്ലേ. അപ്പം എന്താ ചെയ്യുക, ഈ ഐഡിയാസ് ഉപയോഗിച്ച് എയും ബിയും കാണാം. ആ എയും ബിയും ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഹൈപ്പർബോളിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. ആ ഹൈപ്പർബോളിൽ നിന്ന് എന്താ എടുക്കുക, എക്സെൻട്രിസിറ്റിയുടെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇനി നോക്കാം. എക്സെൻട്രിസിറ്റി 1/√2 ആണ്. നമുക്കറിയാം എക്സെൻട്രിസിറ്റി 1/√2 ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ എന്താ, c/a ആണ് അല്ലേ. അവിടെ സി കാണുന്ന ഇക്വേഷൻ എന്താ, നമുക്കറിയാം ഒരു ഒരു പരാബോളയുടെ a² b² c² തമ്മിൽ റിലേഷൻ എന്താ, a² = b² + c² അല്ലേ. അപ്പോൾ c² എന്താ വരിക, a² - b² അല്ലേ വരിക. അപ്പോൾ സി എന്താ വരിക, √a² - b². അല്ല ഈ വാല്യൂ ഇവിടെ കൊടുത്താൽ എന്തായി മാറും, 1/√2 = സി ആരാ, √a² - b² / a അല്ലേ. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുക. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, 1/√2ൻ്റെ സ്ക്വയർ എന്താ, 1/2. ദെൻ ഇയാളുടെ സ്ക്വയർ എന്താ വരിക, റൂട്ട് പോവും, a² - b². എൻ്റെ സ്ക്വയറോ a² അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, a² × 1 a², 2 × a², 2a², 2 × -b² -2b² അല്ലേ. എടാ ഇനി ഈ -2b² ഇങ്ങോട്ട് എന്തായി, 2b² ആയില്ലേ. a² ഇങ്ങോട്ട് എന്താ, 2a² - a² എന്താ, a² ആയില്ലേ. അപ്പോൾ എന്ത് കിട്ടി, 2b² = a² എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി അടുത്ത ഞാനേ ഈ ഒരു ഇൻഫോർമേഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഈ ഇൻഫോർമേഷനിലേക്ക് കടക്കാം. എന്താണ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താണ്, 2b² a അല്ലേ, 2b² a. അതെന്താന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. യെസ്, ദാറ്റ് ഈസ് √14 ആണ്. സോ 2 × ആരാ b², എടാ 2b² ആരാ, 2b² a² ആന്ന് തന്നില്ലേ. അപ്പം എന്തായി, 2b² a² / a ആരാ, √14 അല്ലേ. എയും കട്ട് ചെയ്താൽ a എന്ത് കിട്ടി മക്കളെ, a ഈസ് √14. a കിട്ടിയാലോ, ഇനി ആരെ കിട്ടിയാൽ മതി, b കൂടി കിട്ടിയാൽ പോലെ. b ആരെവിടെ, 2b² a² അല്ലേ. 2b² is a², 2b² is a². അപ്പം എന്താ, 2b² a² ആരാ, √14ൻ്റെ സ്ക്വയർ ആരാ മക്കളെ, 14 അല്ലേ. b² ആരാ, 14/2 ആരാ, 7 ആണ്. b ആരാ, √7 ആണ്. സോ a is √14 and b is √7 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൈപ്പർബോള ആരാടാ, ഹൈപ്പർബോള x² / a² - y² / b² 1 അല്ലേ. അപ്പോൾ എന്താവും, x² / a², x² / a² √14ൻ്റെ സ്ക്വയർ 4 -y² / b² √7ൻ്റെ സ്ക്വയർ എന്താ, 7 = 1 അല്ലേ. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടതാടാ എക്സിൻട്രിസിറ്റിയുടെ സ്ക്വയർ അല്ലേ. എടാ എക്സിൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ c/a ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്തായിരിക്കും, c² / a² അല്ലേ. എടാ a² നമുക്കറിയാം എന്താണ്, 14 ആണ്. b² അറിയാം എന്താണ്, 7 ആണ്. ഇനി c² കിട്ടിയ പോലെ. അവിടെ ഹൈപ്പർബോളയിൽ a² ഉം b² ഉം c² തമ്മിൽ റിലേഷൻ എന്താ, നമുക്കറിയാം a² + b² = ആരാ, c². അപ്പം എന്തായി മാറും, a² ആരാ, 14, b² 7 ആരാ, c². അപ്പോൾ c² ആരാ, 21. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിൻട്രിസിറ്റി സ്ക്വയർ എന്താ, c² / a², c² ആരാ, 21 / a² ആരാ, 14. ആൻസർ എന്താ, 3/2 ആണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു ഐഡിയ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഐഡിയ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ.